മലയാളത്തിൽ എഴുതുന്ന ലോക സാഹിത്യകാരി കെ.ആർ. മീരയോടാണ് ഞാനിന്ന് സംവദിക്കുന്നത്. തൻ്റെ ഓരോ കഥയും ഓരോ സൃഷ്ടികളും ഒരു രാഷ്ട്രീയ നിലപാടാണ് എന്ന് പറയുന്നതിൽ മടി കാണിക്കാത്ത അല്ലെങ്കിൽ ഭയമില്ലാത്ത ഇന്ത്യയിലെ ഇന്നത്തെ കാലഘട്ടത്തിൽ അസാധാരണ ധൈര്യം കാണിക്കുന്ന അപൂർവ എഴുത്തുകാരികളിൽ ഒരാളാണ് കെ.ആർ. മീര എന്നതിൽ ഓരോ മലയാളിക്കും അഭിമാനിക്കാം. മീരയുമായിട്ടുള്ള രണ്ടാമത്തെ സംഭാഷണമാണിത്. ഏകദേശം രാഷ്ട്രീയത്തെക്കുറിച്ച് തന്നെ ഘാതകനിലും ഖബറിലെയും രാഷ്ട്രീയ സന്ദേശങ്ങളെക്കുറിച്ച് ഞങ്ങളൊരിക്കൽ സംസാരിച്ചിരുന്നു. അതേപോലെ തന്നെ ഏറെ അഭിമാനകരമാണ് ഘാതകൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ അസാസിൻ അത് പ്രകാശനം ചെയ്യാൻ എനിക്ക് ഒരവസരം നൽകിയതിൽ ഏറെ അഭിമാനമുണ്ട്. മീരയെ ഞാൻ കൊച്ചിയിലെ ഹോർത്തൂസിൻ്റെ വേദിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു സർ. എന്നെ സംബന്ധിച്ചിടത്തോളം ഹോർത്തൂസിൻ്റെ വേദിയിൽ ഞാൻ ആദ്യമായിട്ടാണെങ്കിലും എൻ്റെ പത്രപ്രവർത്തന ജീവിതം തുടങ്ങിയ മനോരമ എൻ്റെ ഒരു പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരനുഭവമാണ് ഇതെന്ന് പറയാതെ വയ്യ. ശ്രീ പി രാജീവിനെക്കുറിച്ച് എനിക്ക് രാഷ്ട്രീയക്കാരനായ രാജ്യസഭാംഗമായ പി രാജീവിനെ മാത്രമേ അറിയുമായിരുന്നുള്ളൂ. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് AP കളക്കാട് അവാർഡ് സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ എന്ന പുസ്തകത്തിന് നൽകിക്കൊണ്ട് അദ്ദേഹം നടത്തിയ പ്രഭാഷണമായിരുന്നു. അത് ഒരു രാജ്യസഭാംഗം അത്ര സൂക്ഷ്മമായി ഒരു സ്ത്രീപക്ഷ പുസ്തകത്തെ വിശകലനം ചെയ്ത രീതി എന്നെ വളരെ അത്ഭുതപ്പെടുത്തി. അന്ന് ആരാചാര്യയെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പ്രഭാഷണം ആ പുസ്തകത്തെക്കുറിച്ച് ഞാൻ കേട്ട ഏറ്റവും നല്ല പ്രഭാഷണങ്ങളിൽ ഒന്നായിരുന്നു എന്ന് പറയാതെ വയ്യ. അതുകൊണ്ട് ഓരോ കഥയിലും ഒരു രാഷ്ട്രീയ സന്ദേശമുണ്ട് എന്ന വിഷയത്തിൽ എനിക്ക് ശ്രീ പി രാജുവുമായി സംവദിക്കാൻ വളരെ സന്തോഷമുണ്ട്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന സൂക്ഷ്മ വായന അദ്ദേഹത്തിന് സ്വന്തമാണ്, സ്വായത്തമാണ് എന്ന കാര്യം സന്തോഷമുണർത്തുന്നതാണ്. കഥയെ കഥയായി മാത്രം കാണരുത്, അതൊരു അപേക്ഷയായിരുന്നു. എൻ്റെ ഓരോ രോമവും എഴുന്നു. ഓരോ കഥയിലും ഒരു രഹസ്യ സന്ദേശമുണ്ട്, എ പൊളിറ്റിക്കൽ സീക്രട്ട്. ഇത് ഇറങ്ങാനിരിക്കുന്ന കലാച്ചിയിൽ ഇജാസിൻ്റെ ഡോക്ടർ ഫിദയോടുള്ള വാക്കുകളാണ്. അത്രയും പ്രകടമായി എനിക്ക് തോന്നുന്നു ലോക സാഹിത്യത്തിൽ ആരും ഈ സത്യം ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഏത് കഥയിലും രാഷ്ട്രീയമുണ്ട് എന്ന സത്യം യഥാർത്ഥത്തിൽ മീരയുടെ കഥകൾക്ക് ഒരു പ്രഖ്യാപനമില്ലാതെ തന്നെ ബാധകമായിട്ടുള്ളതാണ്. കെ.ആർ. മീരയുടെ ഓരോ സൃഷ്ടിയിലും ഘാതകനാകാം, ആരാച്ചരാകാം, ഖബറാകാം, സൂര്യനണിഞ്ഞ സ്ത്രീയാകാം, ഏതൊന്നിലും ഒരു രാഷ്ട്രീയം, ഒന്നല്ല നിരവധി രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിനെല്ലാം കോർത്തിണക്കുന്ന ഒരു ചരടുണ്ട്. ഈ കൃതികളെല്ലാം കോർത്തിണക്കുന്ന ഒരു പൊതു രാഷ്ട്രീയ മാനമുണ്ട്. ആ രാഷ്ട്രീയ മാനം എനിക്ക് തോന്നുന്നു എപ്പോഴും സ്ത്രീപക്ഷ രാഷ്ട്രീയമാണ്. അത് ചേതനയാകാം, അല്ലെങ്കിൽ ശാലിനിയാകാം, ഇവിടെ ഡോക്ടർ ഹിമയാകാം, അല്ലെങ്കിൽ നമ്മുടെ ഖബറിലെ ഭാവനയാകാം. ഇവരെല്ലാവരും, ഞാനൊരിക്കൽ മീരയോട് പറഞ്ഞിട്ടുണ്ട്, എന്നെങ്കിലും പുരുഷനെ നായകനാക്കിയൊരു നോവൽ മീര എഴുതാൻ ഇടയുണ്ടോ എന്ന് ചോദിക്കുകയുണ്ട്. അപ്പം മീര പറഞ്ഞു, ഞങ്ങളല്ലാതെ പിന്നെ ആരാ സ്ത്രീകളെക്കുറിച്ച് നായികയാക്കി എഴുതുന്നത് എന്ന് മീര പറയുകയുണ്ടായി. മീരയുടെ നായികമാരുടെ പ്രത്യേകത ഏത് പുരുഷ നായക കഥാപാത്രത്തെക്കാളും രാഷ്ട്രീയ തെളിമയും ചരിത്രബോധവും സാമൂഹ്യ പ്രതിബദ്ധതയും ഉൾക്കരുത്തുമുള്ള കഥാപാത്രങ്ങളാണെന്നുള്ളതാണ്. മലയാളത്തിലുള്ള സാഹിത്യത്തിൽ നാം അനുഭവിച്ചിട്ടുള്ള, വായിച്ചറിഞ്ഞിട്ടുള്ള നായക കഥാപാത്രങ്ങൾ ഒരുപക്ഷെ പുരോഗമന പക്ഷത്ത് നിൽക്കുന്ന നായക കഥാപാത്രങ്ങളെക്കാളും നല്ല രാഷ്ട്രീയ തെളിമ, പ്രത്യയശാസ്ത്ര അവബോധം, സാമൂഹ്യ പ്രതിബദ്ധത, മാനവികത, നൈതികത ഇതെല്ലാം ഒത്തുചേരുന്ന, എന്നാൽ നിരന്തരം കലഹിക്കുന്ന സമരരൂപങ്ങളിലൂടെ കടന്നു പോകുന്ന കഥാപാത്രങ്ങളാണ്.
വളരെ ബോധപൂർവം ഓരോ കഥാപാത്രത്തെയും ഈ രാഷ്ട്രീയത്തിനനുസൃതമായി മീര രൂപപ്പെടുത്തിയെടുക്കുകയാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു. ആ നിരീക്ഷണത്തിന് വളരെ നന്ദിയുണ്ട്. പക്ഷേ എൻ്റെ കഥകളിൽ മാത്രമല്ല സർ, അതൊരു ഏത് കഥയിലും ഒരു രാഷ്ട്രീയമുണ്ട്. ഇത് കുട്ടിക്കാലത്ത് വായിക്കാൻ തുടങ്ങിയ കാലത്ത് വളരെ ചെറുപ്പത്തിലെ അക്ഷരം പഠിച്ച ഒരാളാണ് ഞാൻ. വളരെ ചെറുപ്പത്തിലെ കൂട്ടി വായിച്ചു തുടങ്ങിയ ഒരാളാണ് ഞാൻ. അന്നൊക്കെ പുസ്തകം വായിച്ചു കഴിഞ്ഞ് എന്തെങ്കിലും കാര്യത്തിന് അനിയത്തിയുമായിട്ടൊക്കെ വഴക്കുണ്ടാക്കുമ്പോൾ അമ്മ ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട്, ഈ പുസ്തകമൊക്കെ വായിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടി, നിനക്ക് എന്ത് പ്രയോജനം ഉണ്ടായി? അപ്പോൾ അന്ന് മുതൽ ഓരോ പുസ്തകത്തിൽ നിന്നും എന്തെങ്കിലും സ്വായത്തമാക്കാതെ, എന്തെങ്കിലും സ്വാംശീകരിക്കാതെ ആ വായന പൂർണ്ണമാകുന്നില്ല എന്നുള്ളൊരു ധാരണയുണ്ടായി. അപ്പോൾ ആ വിധത്തിൽ പുസ്തകങ്ങളെ നിരീക്ഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ഓരോ പുസ്തകത്തിലും എഴുതപ്പെട്ട ഓരോ വരിയിലും ഒരു നിലപാടുണ്ട്, ഒരു സമീപനമുണ്ട്, ഒരു കാഴ്ചപ്പാടുണ്ട്, ഒരു പ്രസ്താവനയുണ്ട്, ഒരു പ്രഖ്യാപനമുണ്ട്. അത് എഴുതുന്ന ആളറിയാതെ ഒരു പക്ഷേ വളരെ സ്വാഭാവികമായി കടന്നുകൂടുന്നതാണ്. ചില സമയത്ത് നമ്മളത് പറയാൻ വേണ്ടി പറയുമായിരിക്കും, എങ്കിൽ പോലും എത്രയൊക്കെ പ്രിറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചാലും, എത്രയൊക്കെ നടിക്കാൻ ശ്രമിച്ചാലും ഉള്ളിലുള്ള ഒരു അവബോധം, സമൂഹവുമായിട്ടുള്ള ബന്ധം എഴുതുന്ന ആളിന് രചനയിൽ നിന്ന് ഒളിച്ചു വയ്ക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സ്ത്രീയെക്കുറിച്ച് എഴുതാതെ ഒരു രാഷ്ട്രീയവും പൂർണ്ണമാകുന്നില്ല. കാരണം സ്ത്രീയുടെ അവകാശത്തിലാണ് നമ്മുടെ ജനാധിപത്യം പടുത്തുയർത്തിയിരിക്കുന്നത്. നമ്മുടെ ജനാധിപത്യത്തെപ്പറ്റി നമുക്ക് ബോധ്യം ഉണ്ടായാൽ സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിൽ നിന്ന് മാത്രമേ നമുക്ക് സംഭാഷണം തുടങ്ങാൻ സാധ്യമാവുകയുള്ളൂ. പുരുഷൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് എഴുതണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ എപ്പോഴും പരാതിപ്പെടാറുള്ളത് പോലെ പുരുഷന്മാരാരും അവരുടെ മനസ്സ് തുറന്ന് അവരുടെ യഥാർത്ഥ ജീവിതം, പൂർണ്ണ ജീവിതം പൂർണ്ണമായിട്ട് വെളിപ്പെടുത്താറില്ല. അത് വേറൊരു വാതിൽ തുറന്നിട്ടിരിക്കുന്നതാണ്. ഞാൻ ഇപ്പോൾ ആ വഴിയിലൂടെ കയറുന്നില്ല. ഇപ്പുറത്ത് നേരത്തെ തുറന്ന മറ്റൊരു വാതിലൂടെയാണ് ഞാൻ ഇപ്പോൾ കയറുന്നത്. കുറച്ച് നാളുകളായി മീര ആ വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. ആ വാതിലിലൂടെ ഞാൻ ഇപ്പോൾ കയറുന്നില്ല. ആദ്യം തുറന്നിട്ട ആ വാതിലിൽ ഇപ്പോൾ പറഞ്ഞ ഒരു പരാമർശം, ചിലപ്പോൾ നമ്മൾ അറിയാതെയായിരിക്കും രാഷ്ട്രീയം പ്രതിഫലിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും ശരിയായ ഒരു നിരീക്ഷണമാണ്. രണ്ട് തരത്തിലത് സംഭവിക്കാം. ചിലപ്പോൾ ഒരാൾ എഴുതുന്ന കഥയിലെ അല്ലെങ്കിൽ കവിതയിലെ ഏത് സൃഷ്ടിയിലെ രാഷ്ട്രീയം അയാൾ ജീവിതത്തിൽ പുലർത്തുന്ന രാഷ്ട്രീയവുമായി പുലബന്ധം പോലും ഇല്ലാത്തതാകാം. ചിലപ്പോൾ ജീവിതത്തിൽ പുലർത്തുന്ന നിലപാടുകളുടെ ഘടകവിരുദ്ധമായിട്ടുള്ള സൃഷ്ടിയായിരിക്കും ആ സാഹിത്യത്തിൽ പ്രതിഫലിക്കുന്നത്. ചിലപ്പോൾ നാം എടുക്കുന്ന നിലപാടിൻ്റെ ഒരു വികസിത രൂപമായിരിക്കും, ഒരു സർഗാത്മക പ്രയോഗമായിരിക്കാം. ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. ഒന്ന് മാക്സിം ഗോർക്കി. മാക്സിം ഗോർക്കിയുടെ കൃതികൾ റഷ്യയുടെ ഇളകിമറിഞ്ഞ പോരാട്ടങ്ങൾ, അമ്മ പോലെയുള്ള കൃതികളെല്ലാം എത്രമാത്രം ഉജ്ജ്വലമായ കൃതികളാണ്. സൗന്ദര്യത്തിലും രാഷ്ട്രീയത്തിലും ഒരേപോലെ ചേർന്ന് നിൽക്കുന്ന അതിമനോഹരമായ കൃതികളാണ്. പക്ഷെ മാക്സിം ഗോർക്കിയുടെ രാഷ്ട്രീയം തന്നെയാണ് മാക്സിം ഗോർക്കിയുടെ കൃതികളിൽ പ്രതിഫലിക്കുന്നത്. എന്നാൽ ലിയോ ടോൾസ്റ്റോയ് സാർ പ്രഭുത്വത്തെ അംഗീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളുടെ പ്രതിനിധിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പൊതുമണ്ഡലത്തിലെ പ്രസ്താവനകളെല്ലാം അവിടെ നിന്നിരുന്ന വ്യവസ്ഥയ്ക്കൊപ്പമോ അതിനെ പിന്തുണയ്ക്കുമതായിരുന്നു. എന്നാൽ ടോൾസ്റ്റോയുടെ കൃതികളെല്ലാം ലെനിൻ തന്നെ പറയുന്നുണ്ട്, റഷ്യൻ വിപ്ലവത്തിൻ്റെ കണ്ണാടിയായിരുന്നു. ആ കാലഘട്ടത്തിൻ്റെ ജീവിതത്തിൻ്റെ ദുരിതങ്ങളെ അസാധാരണ മികവോടുകൂടി വരച്ചിട്ട ക്രാന്തദർശിയായ എഴുത്തുകാരനാണ് ടോൾസ്റ്റോയ് എന്ന് നമുക്കറിയാം. അപ്പോൾ ടോൾസ്റ്റോയുടെ രാഷ്ട്രീയമല്ല ടോൾസ്റ്റോയുടെ കൃതികളുടെ രാഷ്ട്രീയം. മാക്സിം ഗോർക്കിയുടെ രാഷ്ട്രീയമാണ് മാക്സിം ഗോർക്കിയുടെ കൃതികളിലെ രാഷ്ട്രീയം. കെ.ആർ. മീരയുടെ രാഷ്ട്രീയം തന്നെയാണ് കെ.ആർ. മീരയുടെ കൃതികളിൽ നിറഞ്ഞൊഴുകുന്ന രാഷ്ട്രീയം എന്നുള്ളത് വളരെ ശരിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കെ.ആർ. മീരയുടെ കൃതികൾക്ക് ഒളിച്ചു വച്ച് ഒരു രാഷ്ട്രീയ സന്ദേശമെന്ന ഒരു വിശേഷണം ആരും ആവശ്യപ്പെടുന്നേയില്ല. തെളിഞ്ഞ് ഉയർന്നു നിൽക്കുന്ന രാഷ്ട്രീയം തന്നെയാണ് കെ.ആർ. മീരയുടെ കൃതികളെ അടയാളപ്പെടുത്തുന്നത്. അങ്ങനെ എഴുതുന്ന ഒരാൾ എന്തിനാണ് തൻ്റെ നോവലിനകത്ത് ഒരു പൊളിറ്റിക്കൽ സീക്രട്ട് ഓരോ കൃതിയിലും ഉണ്ട് എന്ന് പറയുന്നത്? തന്നെക്കുറിച്ചാണോ അതോ മറ്റ് എഴുത്തുകാർക്ക് നൽകുന്ന സന്ദേശമാണോ? അതൊരു ഗൂഢ ഉദ്ദേശമാണുള്ളത്. ഓരോ കഥയിലും, എൻ്റെ കഥയിൽ മാത്രമല്ല രാഷ്ട്രീയ സന്ദേശമുള്ളത്, എല്ലാ കഥകളിലും രാഷ്ട്രീയ സന്ദേശമുണ്ടെന്നും ആ രാഷ്ട്രീയം തിരിച്ചറിയാതെ അത് ആസ്വദിക്കുന്നതും അതിനെ
ഉയർത്തിപ്പിടിക്കുന്നതും ചില സമയത്തൊക്കെ അബദ്ധത്തിലാക്കും എന്നും നമ്മൾ ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു. ഈ ശ്രീ പി രാജീവിടെ പറഞ്ഞ മാക്സിം ഗോർക്കിയും ടോൾസ്റ്റോയിയും എന്ന അവരുടെ രണ്ടുപേരുടെയും ഒരു താരതമ്യപ്പെടുത്തൽ എന്നെ അലട്ടുന്ന മറ്റൊരു കാര്യമുണ്ട്. മാക്സിം ഗോർക്കിക്ക് പിൽക്കാലത്തുള്ള ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നത്. അദ്ദേഹം ഏകാന്തമായ വീട്ടുതടങ്കലിലാണ് അവസാന കാലം ചെലവിട്ടത് എന്ന ഒരു സംഗതിയും വളരെ നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുന്നതാണ്. അതിനൊരു കാരണം എഴുത്തുകാർ അവരുടെ സമൂഹത്തോട്, അവരുടെ രാഷ്ട്രീയത്തോട്, അവരുടെ മനസാക്ഷിയോട് പുലർത്തുന്ന ആ ഒരു കമ്മിറ്റ്മെൻറ്റ് അത് ഒരു ഘട്ടത്തിൽ വലിയ ആശയക്കുഴപ്പത്തിലേക്ക് നയിക്കുമെന്നും അത് പലതരം പരിണാമങ്ങൾക്ക് അവരെ രൂപപ്പെടുത്തുമെന്നുമുള്ള ഒരു സൂചന കൂടി തരുന്നുണ്ട്. മാക്സിം ഗോർക്കിയുടെ അവസാനവും ടോൾസ്റ്റോയുടെ അവസാനവും വളരെ വേദനിപ്പിക്കുന്നതായിരുന്നു. എഴുത്തുകാരുടെ അവസാനമൊക്കെ വേദനിപ്പിക്കുന്നതാകുമെന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നത് രാജീവ് സാർ എനിക്ക് നല്ല ഭയം ഉണ്ടാക്കുന്നു. ഭയമാണല്ലോ ഇന്നത്തെ കാലത്തിൻ്റെ ഒരു ചലനത്തെ നമ്മുടെ രാജ്യത്ത് നിയന്ത്രിക്കുന്നത്. ഇജാസ് പറഞ്ഞ ഉർവശി മാരോയുടെ കഥ അത് എന്നെ വല്ലാതെ എൻ്റെ ഉറക്കം കെടുത്തി. കണ്ടുപരിചയമുള്ള അദ്ദേഹം പറയുന്നത് എൻ്റെ കലാച്ചി എന്ന ഇറങ്ങാനിരിക്കുന്ന പുതിയ നോവലിൻ്റെ ഇതിനെ സംബന്ധിച്ചാണ്. ഇറങ്ങുന്നതിന് മുമ്പ് വായിക്കാൻ തന്നതിന് വായനക്കാരന് പ്രത്യേകമായി നന്ദി. ഈ സന്ദർഭത്തിൽ അത് അത്ര നല്ല വായനക്കാരനെന്ന നിലയിൽ അത് അച്ചടിക്ക് തൊട്ടു മുമ്പ് ഞാൻ വായിക്കാൻ ഏൽപ്പിച്ച ആൾ ശ്രീ പി രാജീവ് തന്നെയാണ്. രാജീവ് സാറിൻ്റെ തിരഞ്ഞെടുപ്പുകളുടെ തിരക്കുകൾക്കിടെ മുമ്പ് അത് എത്തണം, വായിക്കണമെന്നുള്ളത് എനിക്കൊരു ആഗ്രഹമായിരുന്നു. വളരെ നന്ദി. ഇറങ്ങാത്ത പുസ്തകമായതുകൊണ്ട് നോവലിൻ്റെ കഥാതന്തുവിലേക്കോ അതിൻ്റെ കഥാവികാസ ഘട്ടങ്ങളിലേക്കോ ഒന്നും സഞ്ചരിക്കാൻ പാടില്ല എന്നുള്ളത് അലിഖിതമായൊരു നിയമമാണ്. അതുകൊണ്ട് വായനക്കാരൻ അത്തരം രഹസ്യങ്ങളൊന്നും നിങ്ങളുടെ മുൻപിൽ ഈ സന്ദർഭത്തിൽ വെളിപ്പെടുത്തില്ല എന്ന് ആദ്യം തന്നെ സാക്ഷ്യപ്പെടുത്തട്ടെ. എന്നാൽ ചിലതെല്ലാം പറയേണ്ടത്, ചില ഭാഗങ്ങൾ നമുക്ക് ഈ രാഷ്ട്രീയമാനവുമായി ബന്ധപ്പെട്ട് പറയേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു മീരയുടെ സൃഷ്ടികളുടെ ഒരു പ്രത്യേകത നമ്മളെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നു, വല്ലാതെ ഈ സ്വാസ്ഥ്യം കെടുത്തുന്നു, നിശബ്ദമായിരിക്കാൻ പറ്റാത്ത രൂപത്തിൽ നമ്മളെ പിടിച്ചുലയ്ക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ അസ്വസ്ഥതയുടെ ആഴങ്ങളിലേക്ക് നമ്മൾ വലിച്ചെറിയുന്നു. അത്രമാത്രം പീഡനം വായനക്കാരന് മീര നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എഴുത്തുകാരി എത്രമാത്രം പീഡനങ്ങളിലൂടെ ആയിരിക്കും കടന്നുപോയിട്ടുണ്ടാവുക എന്നതാണ് എൻ്റെ ഒരു ചോദ്യം. ഇത് മാത്രമല്ല, ഘാതകനാകാം, ആരാച്ചരാകാം, ഏറ്റവും ഒടുവിൽ കലാച്ചിയാകാം. കലാച്ചി ഉൾപ്പെടെയുള്ള കലാച്ചി എന്നുള്ള കൃതി വായിച്ചു കഴിയുമ്പോൾ നമ്മൾ തുടർച്ചയിൽ വായിക്കാൻ പറ്റില്ല, നമുക്ക് ഇടയ്ക്ക് കുറച്ച് ബ്രേക്ക് എടുക്കേണ്ടി വരും. പക്ഷെ എനിക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ വേറെ ത്വരയിലേക്ക് ഇങ്ങനെ സജീവതയിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് ഇത് വായിച്ച് തീർക്കണമെന്നുള്ളത് കൊണ്ട് ഞാൻ ഒറ്റ ഇരിപ്പിൽ തന്നെ ഒരു രാത്രി, പിന്നെ ചെന്നൈയിലേക്കുള്ളൊരു യാത്ര, 2 ഇതിൽ തന്നെ കലാച്ചി വായിച്ചു തീർക്കുകയുണ്ടായി. അല്ലാതെ അസ്വസ്ഥമാക്കുന്നു ഇന്നത്തെ കാലത്തെക്കുറിച്ച്. അത് എല്ലാത്തിനെയും കൂട്ടിച്ചേർത്ത് വയ്ക്കുന്നുണ്ട്, ഒന്നിനെ മാത്രമല്ല. അത് പൗരത്വമാകാം, മതമൗലികവാദമാകാം, നേരത്തെ പറഞ്ഞ അമിതാധികാര പ്രവണതകളാകാം, എല്ലാത്തിനെയും ചേർത്ത് വച്ച് അവതരിപ്പിക്കുന്ന ഒരു സൃഷ്ടാവിൻ്റെ ഒരു അസ്വാസ്ഥ്യം എങ്ങനെയായിരുന്നു? അത് പറയുക എന്ന് പറയുന്നത് തന്നെ അതിലേക്ക് തിരിച്ചു പോകുന്നത്ര വേദനിപ്പിക്കുന്നതാണ്. പക്ഷേ ഈ പുസ്തകം രാജീവ് സാർ വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇതുപോലെ വേറൊരു പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്നത്. ഇത് വായിക്കാൻ കൊടുത്ത ഓരോരുത്തരോടും ഞാൻ ചോദിച്ചിട്ടുള്ള ഒരേ ഒരു ചോദ്യമാണ്, ഇതുപോലെ വേറൊരു പുസ്തകം വായിച്ചിട്ടുണ്ടോ? അല്ല, ഇതേപോലൊരു പുസ്തകം ഇത്രയും വ്യത്യസ്തമായ വിഷയങ്ങൾ കാലികമായി സർഗാത്മകമായി ഉലച്ചിട്ടുള്ള മറ്റൊരു പുസ്തകവും ഞാൻ അടുത്ത കാലത്തൊന്നും വായിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് നിങ്ങളിലേക്ക് വേഗം എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വായിക്കുന്നതിന് മുൻപ് അതിന് അസ്വസ്ഥരാകാനുള്ള തയ്യാറെടുപ്പുകൾ ഓരോരുത്തരും മാനസികമായി നടത്തുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അത് ഖബർ എന്ന പുസ്തകം എഴുതിയപ്പോൾ വാസ്തവത്തിൽ അതിൻ്റെ കൂടെ എഴുതാൻ ആഗ്രഹിച്ചിരുന്ന പൗരത്വം പ്രമേയമാക്കിയ, പൗരത്വ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഉള്ളിലുണ്ടായ ആശങ്കകളും വേദനകളും ആകുലതകളും ഒക്കെ പ്രമേയമാക്കിയ ഒരു ചെറിയ പുസ്തകമായിട്ടാണ് ഞാനത് തുടങ്ങിയതെങ്കിലും എനിക്ക് അത് എഴുതി തുടങ്ങിയപ്പോൾ ഇതായിരിക്കാം എൻ്റെ അവസാന പുസ്തകമെന്ന ഒരു വ്യാകുലതയോ ഒരു വലിയ ആധിയോ ഒക്കെ ഉണ്ടാക്കിയ ഒരു പുസ്തകമാണത്.
അത്രയും ആധി അതിന് മുമ്പുള്ള പുസ്തകങ്ങൾ എഴുതുമ്പോഴുണ്ടായിട്ടില്ല എന്നും പറയാതെ വയ്യ. അത് ഇനിയിപ്പോൾ പ്രായം കൂടുന്നതിൻ്റെ ആണോ എന്നറിയില്ല, അതോ പുസ്തകത്തിൻ്റെ കാഠിന്യം കൊണ്ടാണോ എന്നറിയില്ല. പക്ഷേ ഈ പുസ്തകം എഴുതാൻ, ഇതിലെ ഓരോ വാക്കും എഴുതാൻ, ഓരോ വാക്യവും എഴുതാൻ ഒരുപാട് ത്യാഗങ്ങൾ, ഒരുപാട് ശാരീരികവും മാനസികവുമായ അധ്വാനവും വേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. KP അപ്പൻ സാർ എപ്പോഴും എഴുതിയിട്ടുള്ളൊരു സംഗതിയുണ്ട്. അതായത് ഒരു പുസ്തകം വായിച്ച് വായനക്കാർ കരയണമെങ്കിൽ എഴുതുന്ന ആൾ അതിൻ്റെ 100 ഇരട്ടി കരഞ്ഞിരിക്കണമെന്ന്. ഇതിൽ ഞാനൊരു 1000 ഇരട്ടി കരഞ്ഞു കാണും. എന്നാൽ മാത്രമേ അതിലൊരു 10-1 ഈ പുസ്തകത്തിൽ പകർത്താൻ കഴിയുകയുള്ളൂ എന്ന് തോന്നിയ സന്ദർഭങ്ങളുണ്ട്. ഇത് നല്ലൊരു പ്രസ്താവനയാണ്. തൻ്റെ അവസാനത്തെ കൃതിയാകണം എന്ന് ഓരോ കൃതി എഴുതുമ്പോഴും എഴുത്തുകാരൻ വിചാരിക്കുമ്പോഴാണ് ആ കൃതി എഴുത്തുകാരി എഴുതുമ്പോഴാണ് ആ കൃതി മഹത്തരമാകുന്നത്. എന്നാൽ എഴുതി കഴിയുമ്പോഴായിരിക്കും ഇതിനേക്കാളും വലിയൊരു കൃതി എഴുതാനുണ്ടല്ലോ എന്ന ചിന്തയിലേക്ക് എത്തുന്നത്. അപ്പോൾ എഴുത്തുകാരൻ നല്ല രീതിയിൽ പുതിയ പുതിയ കൃതികളിലേക്ക് എത്തും. ഞാൻ നേരത്തെ വായിച്ചു വന്ന ഭാഗം അങ്ങനെയായിരുന്നല്ലോ. അതായത് ഈ ഉരുശിമ താരോ, അതൊരു യക്ഷിക്കഥ. ഉരുശിമ താരോ എന്നത് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള യക്ഷിക്കഥ, ഉറക്കം പ്രമേയമായ യക്ഷിക്കഥയാണ്. ഈ ഉറക്കം പ്രമേയമായ യക്ഷിക്കഥകളെക്കുറിച്ചുള്ള ഒരു അന്വേഷണവും അതിലൂടെയുള്ളൊരു ജീവിതവുമാണ് കലാച്ചി എന്ന നോവലിൻ്റെ ഒരു പ്രമേയം. സ്ലീപ്പ് ആസ് എ പൊളിറ്റിക്കൽ മെറ്റഫർ. സ്ലീപ്പ് ആസ് എ പൊളിറ്റിക്കൽ മെറ്റഫർ എന്നതിന് നമ്മുടെ ഒരു പൗരത്വവുമായി, നമ്മളുടെ പൗരാവകാശങ്ങളുമായി, നമ്മുടെ പൗര ജീവിതവുമായുള്ള ബന്ധം തിരിച്ചറിഞ്ഞ ഒരു നിമിഷമുണ്ട്. ആ നിമിഷമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകത്തിൻ്റെ രചനയിലെ ഏറ്റവും ആഹ്ലാദം നിറഞ്ഞൊരു നിമിഷം. അത് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ആ നിമിഷം നിങ്ങളിലേക്ക് എത്തുമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യ ഭാഗങ്ങളിലതാണ്, ആ നിങ്ങൾ വായിച്ചു തന്നെ അറിഞ്ഞിരിക്കേണ്ടതായതുകൊണ്ട് ഞാനും അതിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. ഉരുശിമ താരോ ജപ്പാനിലെ ഒരു മീൻപിടുത്തക്കാരനായിരുന്നു. അദ്ദേഹം ഒരു ദിവസം മീൻ പിടിക്കാനായി കടലിലേക്ക് പോയി. അപ്പോൾ കടൽ തീരത്ത് കുറച്ച് ആളുകൾ ഒരു കടലാമ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നത് കണ്ടു. ഉരുശിമ ആ കടലാമ കുഞ്ഞിനെ രക്ഷിച്ച് തിരികെ കടലിലേക്ക് വിട്ടു. പിറ്റേന്ന് വീണ്ടും മീൻ പിടിക്കാനായി കടൽ തീരത്തേക്ക് പോയപ്പോൾ ഒരു ഭീമൻ കടലാമ വന്ന് തലേന്ന് ഉരുശിമ രക്ഷിച്ചത് കടലിൻ്റെ രാജാവായ റീയജൻ്റെ പുത്രിയായിരുന്നുവെന്നും രാജാവും രാജകുമാരിയും നന്ദി പറയാൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞു. അങ്ങനെ ഈ കടലാമപ്പുറത്തേറി ഉരുശിമ കടലിലെ വ്യാളിദേവൻ്റെ കൊട്ടാരമായ വ്യാളിദേവനായ റീയജൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി. അവിടെ ആ കടലാമ കുഞ്ഞിനെ അദ്ദേഹം കണ്ടു. ഉരുശിമ താരയെ കണ്ട മാത്രയിൽ കടലാമ കുഞ്ഞ് ഓദോഹൈം രാജകുമാരിയായി മാറി. 3 ദിവസം അദ്ദേഹം അവിടെ കഴിഞ്ഞു. 3-ാമത്തെ ദിവസമാണ് ഉരുശിമയ്ക്ക് ഓർമ്മ വന്നത്, വീട്ടിൽ അമ്മ തനിച്ചാണല്ലോ എന്ന്. അപ്പോൾ അദ്ദേഹം രാജകുമാരിയോട് യാത്ര ചോദിച്ചു. രാജകുമാരി വിസമ്മതിച്ചു. പിന്നെ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ വഴങ്ങി. പോകുമ്പോൾ ഒരു ചെറിയ പേടകം ഉരുശിമയ്ക്ക് കൊടുത്തു. ഇത് നീ ഒരിക്കലും തുറക്കരുത് എന്ന് പറഞ്ഞാണ് യാത്രയാക്കിയത്. തീരത്തെത്തിയ ഉരുശിമ നോക്കുമ്പോൾ നാടാകെ മാറിയിരിക്കുന്നു. അദ്ദേഹത്തിന് സ്വന്തം നാടാണ് അതെന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ല. വീടിരുന്ന വഴി ഏതാണെന്ന് കണ്ടെത്താൻ സാധിച്ചില്ല. ചുറ്റും കണ്ടവരൊക്കെ അപരിചിതരാണ്. അപരിചിതമായ, അന്ന് വരെ കണ്ടിട്ടില്ലാത്ത വസ്ത്രധാരണവും മുടിക്കെട്ടും എല്ലാം മാറിയിരിക്കുന്നു. സ്വന്തം വീട്ടിൽ ആരാണ് ഉരുശിമ താരോയെ എന്നൊരാളിനെ അറിയുമോ എന്ന് ചോദിച്ച് അദ്ദേഹം കടൽ തീരത്ത് അലഞ്ഞു. അവസാനം വളരെ പ്രായമുള്ള ഒരാൾ പറഞ്ഞു, എൻ്റെ മുത്തച്ഛൻ പറഞ്ഞ് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഈ പേരുള്ള ഒരാളിനെ 100-300 വർഷം മുമ്പ് കടലിൽ കാണാതായിട്ടുണ്ടെന്ന്. അപ്പം താൻ കടലിൽ പോയിട്ട് 300 വർഷമായി എന്ന് അപ്പോഴാണ് ഉരുശിമ തിരിച്ചറിയുന്നത്. അപ്പോൾ ഇദ്ദേഹം ഭയങ്കരമായിട്ട് കരഞ്ഞ് സങ്കടപ്പെട്ട് കടൽ തീരത്തേക്ക് മടങ്ങി വന്ന് ഇരിക്കുമ്പോൾ ഈ ഒരു സങ്കടം പെട്ടെന്ന് ഈ ഓദോഹൈം രാജകുമാരിയോടുള്ള ദേഷ്യമായിട്ട് മാറി. ടമാത്തി ബാക്കോ എന്ന് പറയുന്ന സമ്മാനപ്പെട്ടി വലിച്ചെറിഞ്ഞു.
അത് തീരത്തെ പാറക്കെട്ടിൽ തട്ടി തകർന്ന് അതിൽ നിന്നൊരു വെളുത്ത പുക പുറത്തു വന്ന് ഉരശിമയെ ചൂഴ്ന്നു. പെട്ടെന്ന് ഉരശിമ തൊലി ചുളിഞ്ഞ് ജരാനര ബാധിച്ച് ഒരു പടുവൃദ്ധനായിട്ട് മാറി. അപ്പോൾ ഈ തീരത്താഞ്ഞടിച്ച തിരയിൽ നിന്ന് വളരെ ദുഃഖഭരിതമായി ഓദോഹയും രാജകുമാരിയുടെ ശബ്ദം അദ്ദേഹം കേട്ടു. അത് തുറക്കരുതെന്ന് നിന്നോട് പറഞ്ഞതല്ലേ, അതിനുള്ളിലായിരുന്നു നിൻ്റെ വാർദ്ധക്യം. ഇതാണ് ഉരശിമയുടെ കഥ. ഇജാസ് പറഞ്ഞ ഈ ഉരശിമ താരയുടെ കഥ എൻ്റെ ഉറക്കം കെടുത്തി. കണ്ടിട്ടുള്ള എല്ലാ മനുഷ്യരിലും ജീവിതത്തിൽ വിവിധ ഘട്ടങ്ങളിൽ വിവിധ രൂപങ്ങളിൽ ഈ ഉരശിമോ താരോ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. അതോടുകൂടിയാണ് പൊളിറ്റിക്കലായതെല്ലാം പേഴ്സണലായി മാറിയത്, പേഴ്സണലായതെല്ലാം പൊളിറ്റിക്കലാകാൻ തുടങ്ങിയത്. ഇതാണ് അടുത്ത വാചകങ്ങൾ. അപ്പോൾ പൊളിറ്റിക്കലായതെല്ലാം പേഴ്സണലാകുന്നു, പേഴ്സണലാകുന്നെല്ലാം പൊളിറ്റിക്കലാകുന്നു. മാൻ ഈസ് എ പൊളിറ്റിക്കൽ എനിമൽ. അരിസ്റ്റോട്ടിൽ പൊളിറ്റിക്സ് പറയുകയുണ്ടായി. അതിൻ്റെ അടുത്ത സെൻറ്റൻസ് സാർ പറഞ്ഞില്ല. അത് ഞാൻ വരാൻ പോകുന്നേ ഉള്ളൂ. പിന്നീടാണ് പൊളിറ്റിക്കലായതും അത് ഞാൻ വേറൊരു ചോദ്യത്തിന് വേണ്ടി മാറ്റിവെച്ചതാണ്. എഴുത്തുകാരി അത് എൻ്റേത് കവർന്നെടുക്കാൻ ശ്രമിക്കുകയാണ്. അടുത്തത് ഇത് തന്നെയാണ്. ഈ പൊളിറ്റിക്കലായതും പേഴ്സണലായതും എല്ലാം റിലീജിയൻസാണ് എന്ന് പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞു. എല്ലാത്തിൻ്റെയും ഇന്നത്തെ ഈ കാലത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. ഞാൻ 2 ചോദ്യങ്ങൾക്ക് വേണ്ടി പാകപ്പെടുത്തി മനസ്സിൽ കൊണ്ടു നടന്നതാണ്. അത് എൻ്റെ അത് കവർന്നെടുത്തുകൊണ്ട് 2 ഒന്നിച്ച് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ മാൻ ഈസ് എ പൊളിറ്റിക്കൽ എനിമൽ അരിസ്റ്റോട്ടലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ നമ്മുടെ എല്ലാത്തിനകത്ത് രാഷ്ട്രീയമുണ്ട്. നമ്മുടെ സംസാരത്തിൽ, വാക്കുകളിൽ, എഴുത്തിൽ, നടപ്പിൽ, വസ്ത്രധാരണ രീതികളിൽ, ജീവിത രീതികളിൽ, ഭക്ഷണ രീതികളിൽ എല്ലാത്തിനും രാഷ്ട്രീയമുണ്ട്. അപ്പോൾ പൊളിറ്റിക്കലാണ് മനുഷ്യൻ അടിമുടി. അപ്പോൾ പ്രത്യേകമായൊരു പ്രസ്താവന കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ഉറക്കത്തിലേക്കാണ്ട് പോകുന്ന മനുഷ്യനിൽ നിന്ന് എങ്ങനെയാണ് ഒരു പൊളിറ്റിക്കൽ എനിമൽ എന്നുള്ളതിൻ്റെ ഈ തലം വികസിപ്പിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ എനിക്ക് രാജീവ് സാറിൻ്റെ ജീവിതത്തിൽ ഒരു 10 കൊല്ലം മുമ്പാണ് ഉറങ്ങാൻ കിടന്നിരുന്നതെങ്കിൽ ഇപ്പോഴും ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ലോകം മാറിയിരിക്കുന്നതായിട്ട് കണ്ടെത്തുമായിരുന്നില്ലേ? ഞാൻ വേറെ രീതിയിലാണ് കാണുന്നത്. നമ്മുടെ രാജ്യത്തെ മിക്കവാറും മനുഷ്യർ ഉണർന്നവരെ പോലെ കാണുന്നുണ്ടെങ്കിലും അറിയാതെ ഉറങ്ങിയിരിക്കുകയാണ് എന്നതാണ് ഇന്നത്തെ ഇന്ത്യൻ യാഥാർത്ഥ്യം. അതാണ് ആ യാഥാർത്ഥ്യത്തിലൂടെ വ്യക്തിപരമായും രാഷ്ട്രീയമായും മതപരമായും വിശ്വാസപരമായും ചിലപ്പോഴൊക്കെ വളരെ സ്പിരിച്വലായും നമ്മൾ കടന്നു പോകുന്നു എന്നുള്ളതാണ് സത്യം. ആ ഒരു സത്യം നമ്മുടെ വർത്തമാനകാല രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളോട് അവയെ വ്യാഖ്യാനിക്കാനുള്ളൊരു ശ്രമം ഈ ഉറക്കം എന്ന രൂപകത്തിലൂടെ സാധ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉറക്കം, ഒരു നാട്ടിലെ മനുഷ്യർ മുഴുവൻ ഉറങ്ങി വീഴുന്നു, യക്ഷിക്കഥയിലെ പോലെ അവരുറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അവർ ദിവസങ്ങൾക്ക് ശേഷം ഉണർന്നെഴുന്നേൽക്കുമ്പോൾ അവർക്ക് വല്ലാത്ത വിഭ്രമങ്ങൾ തോന്നുന്നു. അവരുടെ ശരീരത്തിലൂടെ എന്തൊക്കെയോ ഇഴയുന്നത് പോലെ തോന്നുന്നു. അവർക്ക് അസഹ്യമായ തലവേദന അനുഭവപ്പെടുന്നു, നെഞ്ചുവേദന അനുഭവപ്പെടുന്നു, അനിതര സാധാരണമായ അക്രമവാസന അനുഭവപ്പെടുന്നു, ലൈംഗികമായി മറ്റുള്ളവരെ ആക്രമിക്കാനുള്ള വാസന അനുഭവപ്പെടുന്നു. എല്ലാത്തിലുമേറെ സ്മൃതിനാശം അനുഭവപ്പെടുന്നു. ഈ ഒരവസ്ഥ ഒരു മഹാമാരിയായി, ഒരു പകർച്ചവ്യാധിയായി നാടുകളിൽ നിന്ന് നാടുകളിലേക്ക്, മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരവസ്ഥയാണ് സത്യത്തിൽ. അതാണ് ഈ കഥയുടെ ഭൂമിക. അതെഴുതാൻ എനിക്ക് സാധിച്ചത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലെ സംഭവങ്ങൾ, നമ്മുടെ രാജ്യത്തിനകത്തും പുറത്തുമുള്ള സംഭവങ്ങൾ നിരീക്ഷിച്ചതിലൂടെയാണ്. അത് ഞാൻ വായനക്കാരൻ നിലയിൽ വേറെ രീതിയിലാണ് അതിനെ വായിച്ചെടുക്കാൻ ശ്രമിച്ചത്. ഒറ്റ വായനയിലൂടെ ഞാനിപ്പോൾ പറയുന്നത് ഈ പറഞ്ഞ ഭാഗം തന്നെയാണ്. നിങ്ങളെ പ്രതീതി നിർമ്മാണങ്ങളിലൂടെ, ഈ തെറ്റായ രൂപത്തിലുള്ള കഥകളിലൂടെ, സാഹിത്യത്തിലൂടെ, സിനിമകളിലൂടെ നിങ്ങൾ ഉണർന്നിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും സർഗാത്മകമായും ചരിത്രപരമായും നിങ്ങൾ ഉറങ്ങുകയാണ്. അതാണ് ഇന്നത്തെ കാലത്തിൻ്റെ പ്രത്യേകത.
നാം ഉണർന്നാണ് ഇരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ടാകും, പക്ഷെ നാം ശരിക്കും ഉറങ്ങുന്നു. അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഒരു രാജ്യത്ത്, ഇന്ത്യയിൽ മാത്രമല്ല മറ്റു പലയിടങ്ങളിലും ഇപ്പോൾ സംഭവിക്കുന്ന പല കാര്യങ്ങളും, ഉണർന്നിരിക്കുന്ന ഒരു സമൂഹമുണ്ടെങ്കിൽ അതെല്ലാം എപ്പോഴേ ചെറുത്ത് തോൽപ്പിക്കപ്പെടേണ്ടതായിരുന്നു. ആ ഉറക്കം ആസ് എ പൊളിറ്റിക്കൽ മെറ്റാഫർ, ഒരു രാഷ്ട്രീയ രൂപകം എന്ന നിലയിൽ എങ്ങനെ ഉറക്കത്തെ, സ്ലീപ്പ് ആസ് എ പൊളിറ്റിക്കൽ മെറ്റാഫർ, അതാണ് ഈ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രമെന്നുള്ളത്. അത് ഓരോ കാലത്തും ഓരോ ഭാഷയിലും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഈ ഉരച്ചി മാത്തരയുടെ കഥ 2500 വർഷങ്ങൾക്ക് മുമ്പ് ആരോ പറഞ്ഞു കേട്ട വാമൊഴിയായി പ്രചരിച്ച ഒരു കഥയാണെങ്കിൽ, ഏറ്റവും ഒടുവിലെത്തുമ്പോൾ 20-ാം നൂറ്റാണ്ടിലെത്തുമ്പോഴേക്കും റിപ്വാൻ വിങ്കിളിൻ്റെ കഥ വരുന്നു. ഈ കഥ പല രീതിയിൽ, പല ഭാഷയിൽ, പല ചരിത്രത്തിൽ മാറ്റി പരിണമിച്ച് അതായത് കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും മാറി വിവരിക്കപ്പെടുമ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതി ഇതിൻ്റെ ഒരു പര്യവസാനം ഒന്ന് തന്നെയാണെന്നുള്ളതാണ്. ഉണർന്നെഴുന്നേൽക്കുന്ന ആൾക്ക് എല്ലാം മാറിയിരിക്കുന്നുവെന്നും അതിൻ്റെ കാരണം എന്താണെന്നും തിരിച്ചറിയുന്ന ഒരാൾക്ക് പിന്നൊരിടമില്ല. ആ ആളിൻ്റെ ഇടം എവിടെ? ഉണർന്ന ആളിൻ്റെ ഇടം എവിടെ? അതാണ് യക്ഷിക്കഥകളെക്കുറിച്ച് പറയുന്നത് തന്നെയാണ്. മരത്തെ വെട്ടാൻ വരുന്ന മടുവിനെ പ്രതിരോധിക്കാൻ ചില്ലകളെ പരിശീലിപ്പിക്കാനുള്ള വേരയുടെ ശ്രമമാണ് യക്ഷിക്കഥകൾ. അതാണ് മീരയുടെ സമ്മതിച്ചു വന്നിരിക്കുന്നു. കാരണം എനിക്ക് പോലും അത്രയും ഞാൻ എഴുതിയ സംഗതി അത്രയും നന്നായിട്ട് തെറ്റില്ലാതെ പറയാൻ പറ്റില്ല. വേരുകളുടെ ശ്രമം. യക്ഷിക്കഥകൾ എപ്പോഴും ഒരു സമൂഹത്തിൻ്റെ വളരെ സമർത്ഥമായ കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമാണെന്നുള്ളതാണ് സത്യം. നമ്മൾ ഈ പഠിച്ചിട്ടുള്ള, ആനന്ദിച്ചിട്ടുള്ള പല ഫെയറി ടെയിൽസും സത്യത്തിൽ എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവ നമ്മളെ കണ്ടീഷൻ ചെയ്യുകയായിരുന്നു എന്ന് കാണാം. ഇത് ഞാൻ മാത്രമല്ല, ലോകത്തെ പല വിദഗ്ധ ഗവേഷകരും കണ്ടെത്തിയിട്ടുള്ളൊരു സംഗതിയാണ്. ഉദാഹരണത്തിന് ഈ ബ്രയർ റോസിൻ്റെ കഥ, 100 വർഷമായിട്ട് ഉറങ്ങിക്കിടന്നിട്ട് രാജകുമാരൻ വന്ന് ചുംബിക്കുമ്പോൾ ഉണരുന്ന ആ പെൺകുട്ടിയുടെ കഥ ഒരു നോർമലൈസേഷൻ ഓഫ് റേപ്പ് എന്ന് പറയുന്നൊരു സംഗതിയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതായത് പുരുഷന് ഉറങ്ങിക്കിടക്കുന്ന ഒരുവളെ പോലും കൺസെൻ്റ് ഇല്ലാതെ എങ്കിലും ചുംബിക്കാമെന്ന ഒരു പാഠമാണ് അതിൽ നിന്ന് പകർന്നു കിട്ടുന്നത്. അതവൾ കാത്തിരിക്കുകയായിരുന്നു എന്നുള്ള ഒരു പ്രതീതിയാണ് അത് പകർന്നു നൽകുന്നത്. പിന്നെ ഓരോ കഥയും ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ സമൂഹം ചില കാര്യങ്ങളിൽ ഭരണകൂടത്തിനെതിരെയും ചില കാര്യങ്ങളിൽ തങ്ങളെക്കാൾ താഴ്ന്ന ആളുകളെ കണ്ടീഷൻ ചെയ്തെടുക്കുകയും ചെയ്യാനുള്ള ശ്രമങ്ങളായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. ഞാൻ വളരെ നേരത്തെ റിപ്വാൻ റിങ്കിളിൻ്റെ ഈ യക്ഷിക്കഥയുടെ രാഷ്ട്രീയ മാനങ്ങൾ പണ്ടെപ്പോഴോ വായിച്ചു ഓർക്കുന്നുണ്ട്. അത് 20 വർഷം അല്ലേ, 20 വർഷം അമേരിക്കയുടെ വിപ്ലവ കാലഘട്ടമെന്നാണ് പറയുന്നത്. അതായത് ഉറങ്ങിക്കിടന്ന അമേരിക്ക, ഇപ്പുറത്ത് ബ്രിട്ടനാണ് ഭാര്യയായിട്ട് വരുന്നത്. അതെങ്ങനെയാണ് ഉണർന്നിരിക്കുന്നത് എന്നാണ് യഥാർത്ഥ റിപ്വാൻ റിങ്കിൾ പറയുന്നത്. പക്ഷേ റിപ്വാൻ റിങ്കിളിൻ്റെ ആ കഥ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടാണ് ഈ നിർമ്മിച്ചെടുത്തതെങ്കിൽ, അല്ലെങ്കിൽ കണ്ടീഷനിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ, ഹരോൾഡ് സിന്നിനെ വായിച്ചിട്ടുണ്ടെങ്കിൽ ആ കഥ അങ്ങനെ നിൽക്കില്ലായിരുന്നു. ദ പീപ്പിൾ ഹിസ്റ്ററി ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. യഥാർത്ഥത്തിൽ അമേരിക്കക്കാരായിരുന്നു, തദ്ദേശീയരെ എങ്ങനെയാണ് ഇല്ലാതാക്കിക്കൊണ്ട് ഈ സോക്കോൾഡ് അമേരിക്ക വന്നതാണ് ഹരോൾഡ് സിൻ ഈ പീപ്പിൾ ഹിസ്റ്ററി ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ പറയുന്നത്. അതിനുശേഷമാണ് ബ്രിട്ടൻ്റെ ആധിപത്യവും ആ കാര്യങ്ങളെല്ലാം അതിനകത്തേക്ക് വരുന്നത്. അപ്പോൾ എല്ലാ യക്ഷി കഥകളും മാത്രമല്ല, മിക്കവാറും സാഹിത്യ സൃഷ്ടികളിൽ 2 തരത്തിലുണ്ടാകാൻ ഇടയുണ്ടല്ലോ. ഈ ഒരു പൊളിറ്റിക്കൽ സീക്രട്ട് എന്ന് പറയുന്നത്, ഒന്ന് പ്രതിരോധത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും ഒരു ബദൽ രീതികളുടെ പ്രയോഗം, വിപ്ലവാത്മകം എല്ലാമാകാം. മറുവശത്ത് ആധിപത്യമുള്ളതിന് അതേപോലെ തന്നെ നിലനിർത്താനുള്ള ഒരു ഗ്രാംഷിയൊക്കെ പറയുന്ന ഒരു ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസായി ഒരു ഭരണകൂടത്തിൻ്റെ പ്രത്യയശാസ്ത്ര ഉപകരണം എന്ന നിലയിലുള്ള സാഹിത്യ സൃഷ്ടി അതുവഴി കണ്ടീഷൻ ചെയ്യാണ്. അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രയോഗം. ഒരു തവളയെ കൊല്ലാൻ ഏറ്റവും എളുപ്പം തവളയെ വെള്ളത്തിലിട്ടിട്ട് പതുക്കെ ചൂടാക്കുക എന്നുള്ളതാണ്. ആ ചൂടിൽ അഭിരമിച്ചുകൊണ്ടിരിക്കും തവള. ചെറിയ ചൂടാണ്, വളരെ സുഖകരമായ ചൂടിലായിരിക്കും. പതുക്കെ ചൂട് കൂടുന്നുണ്ടാവും. കൂടുമ്പോൾ തവള അറിയുന്നുണ്ടാവില്ല.
പക്ഷെ ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും പിന്നെ തിരിച്ചു കയറാൻ പറ്റാത്ത രൂപത്തിൽ തവള ഇല്ലാതാവുകയാണ്. ഇതാണ് ഈ കൃതികളിലൂടെ ഓരോ സീക്രട്ട് പൊളിറ്റിക്കൽ അജണ്ട രണ്ട് തരത്തിലാകാം. പ്രതിരോധത്തിൻ്റേതാകാം, ഈ തവളയെപ്പോലെയുള്ള മാനസികാവസ്ഥയിൽ മരണത്തെ സ്നേഹപൂർവ്വം സ്വീകരിക്കുന്ന ഒരു മാനസികാവസ്ഥ രൂപപ്പെടുത്തുന്നതിനുമാകാം ഈ യക്ഷിക്കഥകളുടെ പ്രയോഗമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും റിപ്പ് വാൻ വിങ്കിളിൻ്റെ കഥയ്ക്ക് ഇർവിങ് വാഷിങ്ടൺ അവലംബിച്ചത് പീറ്റർ ക്ലൗസ് എന്ന കഥയാണ്. ഈ പീറ്റർ ക്ലൗസ് എഴുതിയ ഒട്ടോമർ എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ജർമ്മൻ പേരെനിക്ക് ഉച്ചരിക്കാൻ വലിയ പ്രയാസമാണ്. ഒട്ടോമർ എന്ന തൂലികാനാമത്തിലാണ് അദ്ദേഹം എഴുതിയത്. നാച്ചിഗൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഇദ്ദേഹം ഒരു വൈദികനായിരുന്നു. ഒരു തൂലികാനാമം ഉപയോഗിച്ചാണ് എഴുതിയത്. അദ്ദേഹം എഴുതിയ കഥയാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. അദ്ദേഹം മധ്യകാല ജർമ്മനിയിൽ ഡച്ച് പാരമ്പര്യം ഉണർത്തി എടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ യക്ഷിക്കഥ എഴുതുന്നത്. അതായത് ജർമ്മനിയുടെ രക്ഷകൻ ഈ മലമടക്കുകളിൽ ഉറങ്ങുകയാണെന്നും ആ ആത്മാവ് ആവശ്യമുള്ളപ്പോൾ എഴുന്നേറ്റ് വരുമെന്നുമുള്ള ഒരു പ്രതീക്ഷ. ഈ പ്രതീക്ഷ ഉണരാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളെ ഉണർത്തിയെടുക്കാനുള്ള ഒരു പ്രതീകത്തെ സൃഷ്ടിച്ചെടുക്കാൻ ഉപയോഗപ്രദമായി എന്നുള്ളതാണ്. ആ കഥയുടെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളതാണ് ഇന്ന് അനുഭവിച്ചു കൊണ്ടിരുന്നതെന്ന് കാണാം. ഒരു മിത്ത്, ആ മിത്ത് നമ്മുടെ നന്മയ്ക്കായി തിരിച്ചു വരുന്നു. തിരിച്ചു വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നുള്ളൊരു പ്രതീക്ഷ മനുഷ്യർക്ക് കൊടുക്കുന്നു. ആ അതിൻ്റെ ഒരു എന്താണ് പറയേണ്ടത്, ആവർത്തനം അല്ലെങ്കിൽ പുതിയ പതിപ്പ്, ഒരു പുതിയ വേർഷനായിട്ട് നമ്മളത് അനുഭവിക്കുന്നു എന്നുള്ളത് അത്ഭുതകരമല്ലേ? 300 കൊല്ലത്തിൻ്റെ ഉറക്കം, 100 കൊല്ലത്തിൻ്റെ ഉറക്കം, 20 കൊല്ലത്തിൻ്റെ ഉറക്കം, 3 യക്ഷിക്കഥകളിലേക്ക് വരുന്നുണ്ട്. ഇന്ത്യയുടെ ഉറക്കത്തിന് എത്ര കാലം വേണ്ടി വരും ഉണരാൻ? അത് വായനക്കാർ തീരുമാനിക്കേണ്ടതാണ്, എഴുത്തുകാരി പറയേണ്ടതല്ല. വായനക്കാരത് തീരുമാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ സമയപരിമിതിയുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ദിവസം ഇരുന്ന് ചർച്ച ചെയ്യേണ്ട അത്രയും വിഷയം ഈ നോവൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് പൗരത്വം എന്നതിനകത്ത് മാത്രം ഒതുങ്ങുന്നില്ല. പ്രത്യേകിച്ചും മതമൗലികവാദം എങ്ങനെയാണ്, പ്രത്യേകിച്ചും ഈ ഹിന്ദുത്വത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന ചിലതിൻ്റെ മതമൗലികവാദം, മാത്രമല്ല രാജീവ് സർ, എൻ്റെ ഒരു അവസാനിക്കാത്ത ആകുലത, എന്നെ എപ്പോഴും അലട്ടുന്ന ഒരു ചോദ്യം, ഒരു ലിബറൽ സ്ത്രീക്ക് സ്വതന്ത്ര മനസ്സുള്ള, സ്വതന്ത്രമായ ആത്മാവുള്ള, തുല്യാവകാശമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സ്ത്രീക്ക് ഈ രാജ്യത്ത് എവിടെയാണ് ഇടം? അതാണ് ഇന്ത്യയുടെ മാത്രമല്ല ഇപ്പോൾ മിക്കവാറും രാജ്യങ്ങളിൽ ഉയരുന്ന ഒരു പ്രധാന ചോദ്യമാണത്. എന്നാൽ അത് ഈ ഒറ്റ മാനത്തിലല്ല. മീരയുടെ ആഖ്യാന രീതിയുടെ ഒരു പ്രത്യേകത, വളരെ സങ്കീർണമായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഈ നോവലുകൾ ഒന്നിനകത്ത് മാത്രം വയ്ക്കുന്നില്ല, പലതരത്തിൽ വന്ന് കയറി ഇറങ്ങി പോവുകയാണ്. ചിലപ്പോൾ മറ്റൊന്നിലേക്ക് കിടക്കും. ചരിത്രം, വർത്തമാനം, യക്ഷിക്കഥകൾ, പൗരത്വം, മതമൗലികവാദം, ഏകാധിപത്യ രീതികൾ, ഇതിലേക്കെല്ലാം കിടന്നു പോകുന്ന പ്രത്യേക രീതിയാണ്. അടയാളങ്ങൾ, ഞാൻ ശ്രദ്ധിച്ചൊരു ഭാഗം, ഈ അടയാളങ്ങൾ ആര്യ പെട്ടെന്ന് ആൾക്കൂട്ടത്തിലേക്ക് അവർ വലിച്ച് ഡൽഹിയിൽ അടുപ്പിക്കുന്നത് ഈ ഹിജാബ് ഉള്ളതുകൊണ്ടാണ്. ഹിജാബ് ഉള്ളത് കൊണ്ട് ആര്യ നഷ്ടപ്പെടുകയാണ്. നമ്മൾ തിരിച്ചിറങ്ങി വരുന്ന കലാച്ചി അവസാനിക്കുമ്പോൾ, അത് ഞാൻ അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പോകുന്നില്ല, ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് കൗണ്ടറിൽ. അതായത്, നിങ്ങൾ ഹിജാബ് ഇല്ലെങ്കിൽ നിങ്ങൾ മുസ്ലിം അല്ലെന്ന് എഴുതി കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഹിജാബ് ധരിച്ചേ മതിയാകൂ. അപ്പോൾ ആധിപത്യം കിട്ടുന്ന ഒരു മതവും മറ്റ് മതത്തിൻ്റെ അതേ ശീലങ്ങൾ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മതത്തെ മനുഷ്യനെ ആക്രമിക്കുന്നത് പുറത്തുമിന്നല്ല അകത്തുമിന്നാണെന്ന് മീര കലാച്ചിയിൽ. കുടുംബത്തിനകത്തു നിന്നാണ് മതം നമ്മളെ ആക്രമിക്കുന്നത്. കുടുംബത്തിനകത്തു നിന്നാണ് എല്ലാ തരം ആക്രമണങ്ങളും ഉണ്ടാവുന്നത്. നമ്മളെ തകർക്കുന്നതെല്ലാം ഉണ്ടാവുന്നത് കുടുംബത്തിനകത്തു നിന്നാണ് ആദ്യം. കുടുംബം, പൗരത്വം, മതം, ദേശീയത, ഒറ്റ കലാച്ചി പറയുന്നൊരു ഭാഗമുണ്ട്. കുടുംബം, മതം, പൗരത്വം ഒറ്റ നോട്ടത്തിൽ ഒന്നിനൊന്ന് ബന്ധപ്പെട്ടതല്ലെങ്കിലും ഒന്നിനൊന്ന് ആശ്രയിച്ച് നിൽക്കുന്നൊരു വൃത്തത്തിനകത്താണ് ഇത് മൂന്നും. ആ ഒരു പ്രയോഗമുണ്ട്. അത് ആ ഘടനയെ നിലനിർത്തുന്നതിന് മതം എങ്ങനെ ഉപയോഗിക്കുന്നു. ഇവിടെ ഈ ഡോക്ടർ ഫിദയ്ക്ക് ഡൽഹിയിൽ പോകുമ്പോൾ അവർ നിർബന്ധിച്ച് കുങ്കുമം തൊട്ട് കൊടുക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, ഞാൻ ചെറുപ്പത്തിൽ ഇതെല്ലാം ധരിക്കാറുണ്ടായിരുന്നു,
പക്ഷെ ഇപ്പോൾ ഇതില്ലെങ്കിൽ എനിക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല, എൻ്റെ ജീവൻ അതെൻ്റെ നഷ്ടപ്പെടും. ഗതികേടായി തീർന്നത് എന്നെ കരയിപ്പിച്ചു എന്നാണ് പറയുന്നത്. സത്യത്തിൽ അത് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത് തന്നെയാണ്. അത് ആ കൂട്ടുകാരിയുടെ അതിൻ്റെ മുമ്പിലിരിക്കെ ഞാനങ്ങ് ചുരുങ്ങിപ്പോയി. സത്യത്തിലൊരു പൗരൻ എന്ന നിലയിലും നമുക്ക് നമ്മളെക്കുറിച്ചുള്ള എല്ലാ അഭിമാനത്തിൻ്റെ പേരിലും സ്വയം ചുരുങ്ങിപ്പോയ ഒരു നിമിഷമാണത്. നമ്മുടെ ജനാധിപത്യം എന്താണ് നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്നും നമ്മളൊക്കെ ആരായിട്ടാണ് മാറിത്തീരുന്നതെന്നും പെട്ടെന്നൊരു ദിവസം ഉണർന്നു നോക്കുമ്പോൾ ഈ രാജ്യം, നമുക്ക് ചുറ്റുമുണ്ടായിരുന്നവർ ഒന്നും നമുക്ക് പരിചയമുള്ളവരായിരുന്നില്ലെന്ന് തിരിച്ചറിയുമെന്ന ഒരു നിമിഷം ഉണ്ടാകുമെന്നുള്ളൊരു ഭയമാണ് സത്യത്തിൽ ഈ പുസ്തകത്തിൻ്റെ പിന്നിൽ. തുടക്കം അങ്ങനെയാണ്. ഭീകരപ്രവർത്തന കേസിൽ 15 കൊല്ലം ജയിലിൽ കിടന്ന് തിരിച്ചെത്തിയ ഇജാസിനോട് ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ പത്രം എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ 1-ാം പേജിലൊരു വാർത്ത ഉണ്ടായിരുന്നു. 12 കൊല്ലം ജയിലിൽ കിടന്നിട്ട് തെളിവില്ലാത്തതിനാൽ ഒരു തീവ്രവാദ കേസിലെ പ്രതിയെ വിട്ടയച്ചു. രാജീവ് സാർ ശ്രദ്ധിച്ചോന്നറിയില്ല. അത് മിക്ക ഇംഗ്ലീഷ് പത്രങ്ങളിലും കണ്ടില്ല, അത് ഒരു പത്രത്തിൽ മാത്രമേ കണ്ടുള്ളൂ. 12 കൊല്ലം. ആ മനുഷ്യൻ്റെ പേര് ഇല്യാസ് എന്നായിരുന്നു എന്ന് കണ്ടപ്പോൾ ഞാൻ ഒന്ന് ഞെട്ടി. അത് നമ്മൾ കഥയിൽ എഴുതിയത് പെട്ടെന്ന് പത്രത്തിൽ വായിക്കുന്ന ഒരു നിമിഷം ഒരു വലിയൊരു സ്ഫോടനം നമ്മുടെ ഉള്ളിലുണ്ടാകും. അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് നമുക്ക് ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങൾ അറിയാൻ കഴിയും. ഇജാസ് പറയുന്നത് എങ്ങനെയായിരുന്നു ഉരുശുമോ താരോയെ പോലെ എന്നാണ്. അങ്ങനെയാണ് ഈ നോവൽ തുടങ്ങുന്നത്. ഇത് നമുക്ക് സമയം ഇവിടെ അറിയിച്ചതുകൊണ്ട് ഞാൻ മറ്റ് അധിക കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. എങ്കിലും ഇതിനു വേണ്ടി മീര എടുത്ത ഒരു സ്ട്രെയിൻ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു വിഷയത്തിലല്ല പലതിലേക്ക് കിടക്കുന്നുണ്ട്. എന്നാൽ അതിലെല്ലാം സ്ത്രീ തന്നെയാണ്. ഫാസിസത്തിൻ്റെ തുടക്കം തന്നെ സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണം. അംബേദ്കർ പറയുന്നുണ്ട്, ഭരണഘടന എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ജനാധിപത്യം പക്വമാകുന്നുണ്ടോ എന്നതിൻ്റെ തെളിവ് മൈനോറിറ്റിയോട് എങ്ങനെയാണ് സമൂഹം പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അന്ന് സ്ത്രീകൾ അങ്ങനെ ആ ചിത്രത്തിൽ വന്നിരുന്നില്ല. കാരണം പക്ഷേ സ്ത്രീകളെക്കുറിച്ച് അംബേദ്കർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വിവാഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് കമ്പാനിയൻഷിപ്പാണ് എന്നുള്ള ഒരു വലിയ പാഠം അംബേദ്കറിൻ്റെ പ്രസ്താവനകളിലുണ്ടായിരുന്നു. ഏതോ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. വേറെ ആരും ഈ കമ്പാനിയൻഷിപ്പ് അല്ലെങ്കിൽ തുല്യത ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ സൂചിപ്പിച്ചതായിട്ട് ഞാൻ അക്കാലത്തെ ആളുകളിൽ വായിച്ചിട്ടില്ല. കാലത്തെ മഹാന്മാരാരും പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല. കുടുംബം സ്വകാര്യ സ്വത്ത് ഭരണകൂടം ഏംഗൽസിൻ്റെ കൃതി എങ്ങനെയാണ് സ്ത്രീകൾക്ക് ആധിപത്യമുള്ള കുടുംബഘടനയിൽ നിന്ന് പുരുഷാധിപത്യത്തിലേക്ക് ലോകത്തിൻ്റെ ചരിത്ര വികാസങ്ങൾ. അതുവരെ കുടുംബത്തിൽ സ്ത്രീയായിരുന്നു, പിന്നീട് എങ്ങനെയാണ് മാറിയത് എന്നുള്ള ഒരു കൃതിയുണ്ട്. എന്തായാലും അതിൽ ഇപ്പോൾ രാജീവ് സാർ പറഞ്ഞല്ലോ, ഞാൻ എടുത്ത സ്ട്രെയിനിനെ പറ്റി പറഞ്ഞല്ലോ. ഇത്രയും സ്ട്രെയിൻ എടുത്തില്ലെങ്കിൽ നിങ്ങളാരും ഒരു സ്ത്രീയുടെ പുസ്തകത്തെ അംഗീകരിക്കില്ല, വായിക്കില്ല. എൻ്റെ അതേ പ്രായക്കാരനായ ഒരു എഴുത്തുകാരൻ എടുക്കുന്നതിൻ്റെ ഇരട്ടി സ്ട്രെയിൻ, അധ്വാനം എടുത്തു എന്നുള്ളതിൻ്റെ തെളിവ് സഹിതം വായനക്കാരുടെ സമക്ഷം പ്രദർശിപ്പിച്ചിട്ടില്ലെങ്കിൽ സീരിയസ് ആയിട്ട് എടുക്കാതെ പോകുന്ന സ്ത്രീകളിൽ ഒരാളായി മാറുമെന്ന ഭയം ഇവിടുത്തെ ഓരോ സ്ത്രീയെയും അവൾക്ക് ഇരട്ടി ഭാരം എടുക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആവർത്തന വിരസമാകാമെങ്കിലും കോഴിക്കോട് ഈ മീരയോടുള്ള സംഭാഷണത്തിൽ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടെ ഒരു കഥ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. നിങ്ങളും ചിലപ്പോൾ യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് ആവർത്തന വിരസത ഉണ്ടാകാമെങ്കിലും ആവർത്തിക്കുകയാണ്. ആ കഥ ഇങ്ങനെയാണ്. ഒരു പുലിയും മനുഷ്യനും കൂടി പോവുകയാണ്. കുറേ കഴിയുമ്പോൾ ഒരു ഗുഹയിലെത്തുമ്പോൾ ഒരു പുലിയെ മനുഷ്യനിങ്ങനെ കുന്തം കുത്തി അട്ടഹസിച്ച് നിൽക്കുന്ന ചിത്രമുണ്ട്. ആ ചിത്രം കണ്ടിട്ട് പുലിയോട് മനുഷ്യൻ പറയും, കണ്ടോ നിങ്ങളെക്കാൾ എത്ര ശക്തനാണ് മനുഷ്യൻ, ഞങ്ങൾ നിങ്ങളെ കൊന്നൊടുക്കുന്നവരാണ്. അപ്പോൾ പുലി മറുപടി പറയും, ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും ചിത്രം വരയ്ക്കാറില്ലല്ലോ എന്നുള്ളതാണ്. അതാണ് സ്ത്രീകളെ സംബന്ധിച്ച് മീര നേരത്തെ പറഞ്ഞത്. ചിത്രം വരയ്ക്കാൻ തുടങ്ങുമ്പോൾ അത്ര വലിയ സ്വീകരണമല്ല കിട്ടുന്നത്, അത്ര നല്ല സ്വീകരണമല്ല കിട്ടിക്കൊണ്ടിരിക്കുന്നതെങ്കിലും നമ്മൾ ചിത്രം വരച്ചുകൊണ്ടേയിരിക്കും. പിൽക്കാലത്ത് ഈ ചിത്രങ്ങൾ കൃത്യമായും ചരിത്രത്തിൻ്റെ, നാം ജീവിക്കുന്ന കാലത്തിൻ്റെ, ലോകത്തിൻ്റെ ഒക്കെ യഥാർത്ഥ ചിത്രീകരണമാണെന്ന് ആൺ പെണ്ണും ട്രാൻസ്ജെൻഡർ വ്യക്തികളുമൊക്കെ ഉൾപ്പെടുന്ന സമൂഹം തിരിച്ചറിയുകയും ചെയ്യും.
അങ്ങനെ ഒരു നല്ല കാലം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അതാണ് എല്ലാ കൃതികളും നൽകുന്നത്. കലാച്ചി കുറേ കൂടി സങ്കീർണം. കലാച്ചി ഒരിടമാണ്, അത് കസാക്കിസ്ഥാനിലെ ഇടമാണ്. ആ ഇടത്തിൻ്റെ അനുഭവങ്ങൾ ഇതിനോട് ഇണക്കിച്ചേർക്കാൻ ഈ കഥാകാരി കഠിനമായ ഒരു കാലഘട്ടത്തിൽ കസാക്കിസ്ഥാനിൽ സഞ്ചരിച്ചു എന്നുള്ളതും, അതിനുശേഷം തിരിച്ച് ഡൽഹിയിൽ ഇറങ്ങിയപ്പോൾ ദിലീപ് അവിടെ ഇറങ്ങാൻ സമ്മതിക്കാതെ നേരെ അടുത്ത വിസയിൽ പൊക്കോളാൻ പറഞ്ഞു എന്നുള്ളതും അടിക്കുറിപ്പിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അത്രയും വേറൊന്നുമല്ല, ആ വിസ കയ്യിലുണ്ടല്ലോ, അതുകൊണ്ട് ആ സ്ഥലം കൂടി കണ്ടിട്ട് ഇനി തിരിച്ചെത്തിയാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ഒരു ത്യാഗം കസാക്കിസ്ഥാനിൽ. നമ്മളെല്ലാം ഞങ്ങൾ കുട്ടിക്കാലത്ത് സോവിയറ്റ് നാട് വായിക്കുമ്പോൾ കാണുന്ന മനോഹരമായ ചിത്രങ്ങൾ, ആ ഗൃഹാതുരത്വം ഈ വായനയിലൂടെ നൽകുകയുണ്ടായി. അത് ഒരു 6-7 വയസ്സുള്ള ഒരു കുട്ടി കാണണമെന്ന് ആഗ്രഹിച്ചൊരു സ്ഥലത്ത് ഒറ്റയ്ക്ക് പോയി നിൽക്കുമ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ അനുഭവിച്ച വലിയൊരു വിമോചനത്തിൻ്റെ ഒരു നിമിഷമുണ്ട്. പലതവണ തെന്നി വീണു. ഈ വിൻ്റർ ഷൂസ് ഉണ്ടായിരുന്നില്ല അവിടെ, ശരിക്കും അന്ന് ഓട്ടം ഷൂസ് മതിയെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ആ ഭാഗത്ത് മുഴുവൻ ഐസ് നിറഞ്ഞു കിടന്നതുകൊണ്ട് എവിടെ കാല് വെച്ചാലും വീഴും. മറിഞ്ഞടിച്ച് വീണ് അതിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഇത് എല്ലാവരും പേടിച്ചു പോയി. ഞാൻ മിക്കവാറും എന്നെ എയർ ലിഫ്റ്റ് ചെയ്യേണ്ടി വരും എന്ന് വിചാരിച്ചു. പക്ഷേ അതൊരു വലിയ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് കിട്ടുന്ന ഒരു വിമോചനം. എനിക്ക് ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികളെ, പിന്മുറക്കാരികളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ ഒരുപാട് യാത്ര ചെയ്യണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. യാത്രയിലാണ് കഥകൾ. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും നിശ്ചിത വഴികളിലൂടെ അല്ലാതെ സഞ്ചരിക്കാനും മെനക്കെടാതെ ഒരു ജീവിതവും യക്ഷിക്കഥയാവുകയില്ല. യക്ഷിക്കഥ ജീവിക്കാതെ നമ്മുടെയൊന്നും ജീവിതം വ്യക്തികളെന്ന നിലയിൽ, പൗരർ എന്ന നിലയിൽ പൂർണ്ണമാകുകയുമില്ല. തടസ്സപ്പെടുത്താൻ ഒരുപാട് തടസ്സങ്ങൾ വരും, പക്ഷെ നമുക്കതൊക്കെ മറികടന്നേ തീരൂ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് സത്യം. പിന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. വളരെ കാലത്തിന് ശേഷമാണ് എനിക്ക് പ്രിയപ്പെട്ട, ഞാൻ പത്രപ്രവർത്തകയായിരുന്നപ്പോൾ എൻ്റെ മാനേജിങ് ഡയറക്ടറായിരുന്നു അന്ന് മാമൻ സാർ. മാമൻ സാറും പ്രേമക്കൊച്ചമ്മയും മുമ്പിലിരുന്ന് സംസാരിക്കുന്നത് വളരെ സന്തോഷം. വീട്ടിലേക്ക് തിരിച്ചെത്തിയതുപോലെ ഒരു അനുഭവമാണിത്. ഇവിടെ ഇരുന്ന് സംസാരിച്ചതൊക്കെ നമ്മൾ പൗരത്വത്തെക്കുറിച്ചും ഭീകരമായ സംഗതികളെക്കുറിച്ചുമൊക്കെയാണ്. ഇപ്പോഴൊക്കെ സംസാരിക്കാനൊക്കെ പേടിയുണ്ട്. കാരണം ഞാൻ എന്ത് പറഞ്ഞാലും ഈ അടുത്ത സമയത്തൊരു സംഗതി, പുരുഷന്മാർക്ക് പ്രണയിക്കാൻ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞതായി ഒരു ദിവസം മുഴുവൻ, ഒരു മാസം മുഴുവൻ ഇതായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഞാനതിലൊന്നും പ്രതികരിക്കാൻ പോയില്ല. കാരണം അങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ അവിടെ നടത്തിയിട്ടില്ല. ഒരു പഴയ പത്രപ്രവർത്തക എന്ന നിലയിൽ ഞാൻ ഒരിക്കലും എല്ലാ പുരുഷന്മാർക്കും പ്രേമിക്കാൻ അറിയില്ല എന്നുള്ള മട്ടിലെന്നുള്ള, പക്ഷേ തീർച്ചയായും ബഹുഭൂരിപക്ഷം പുരുഷന്മാർക്കും പ്രേമം എന്നതിനെ പറ്റിയുള്ള ധാരണ തന്നെ കൃത്യവും വ്യക്തവുമല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ സ്ട്രോങ് ആയിട്ട് പറയുകയാണ്. അതിജീവനത്തിൻ്റെ സഹജീവിതത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, പങ്കുവയ്ക്കലിൻ്റെ ഒക്കെ ഒരർത്ഥം അറിയുന്ന പ്രേമം ബഹുഭൂരിപക്ഷം പുരുഷന്മാർക്കും അറിയില്ല. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് വളരെ കറക്റ്റാണ്. എന്തുകൊണ്ടെന്നാൽ ഉപയോഗക്ഷമതയില്ലാത്തൊരു സ്ത്രീയെ സ്നേഹിക്കാൻ അവരെന്ന് പാകപ്പെടുന്നുവോ അപ്പോൾ മാത്രമേ അവർക്ക് പ്രണയിക്കാൻ അറിയൂ എന്ന്, ഈ ബഹുഭൂരിപക്ഷത്തിന് പ്രണയിക്കാൻ അറിയൂ എന്ന് ഞാൻ സമ്മതിക്കുകയുള്ളൂ. സ്ത്രീ ഒന്നും ചെയ്തില്ലെങ്കിലും അവൾക്ക് ഒരു ഡിഗ്നിറ്റി ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന നിമിഷം, അവൾ ബഹുമാനം അർഹിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുന്ന നിമിഷമാണ് യഥാർത്ഥത്തിലുള്ള ജനാധിപത്യം ഇവിടെ നടപ്പാവുന്നത്. പ്രണയത്തിൻ്റെ ഈ ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഒരു കൃതി അധികം വൈകാതെ മീരയിൽ നിന്നുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ എല്ലാ കൃതികളിലും ഉണ്ടല്ലോ രാജീവ്. എല്ലാ കൃതികളും ഉണ്ടെങ്കിൽ ഇതിൽ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, പല പ്രമേയങ്ങൾ ഒരു കൃതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ സോളോ ട്രിപ്പ് നല്ലതാണ്, കുടുംബത്തിലേക്ക് തിരിച്ചു വരുന്ന പ്രതീതി ഉണ്ടെന്ന് തോന്നി എന്നിപ്പോൾ പറയുകയുണ്ടായി. പക്ഷെ അവിടെ കുടുംബത്തിൽ തന്നെ നിന്ന പോലെ തോന്നരുത്, എഴുത്തിലേക്ക് തന്നെ നമ്മൾ. ഞാൻ എൻ്റെ ജീവിതം ഒരു യക്ഷിക്കഥയായതുകൊണ്ട് ഈ കുടുംബത്തിൻ്റെ സുരക്ഷിതത്വം വിട്ട് യാത്ര ചെയ്തവർക്ക് മാത്രമേ യക്ഷിക്കഥ ജീവിക്കാനും അനുഭവിക്കാനും സാധിച്ചിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് ഞാൻ അത് വിട്ടുള്ള യാത്രയിലാണ് എപ്പോഴും ആനന്ദവും ആഹ്ലാദവും സായുജ്യവും ഒക്കെ കണ്ടെത്തുന്നത് എന്നുള്ളത്. പക്ഷേ കുടുംബമാണ്, സ്നേഹം സ്നേഹമാണ്. ഈ കുടുംബം ഈ സ്നേഹം വിട്ട് പഴയൊരു കുടുംബം പറഞ്ഞില്ല. അതെ, ഈ സ്നേഹം വിട്ട് അല്ല ഞാൻ പറയുന്ന, കുടുംബം തിരിച്ചു കയറാൻ ഒരു വാതിൽ തുറന്നു കിടക്കുന്നു എന്നുള്ളൊരു സന്തോഷമുണ്ടല്ലോ, ആത്മവിശ്വാസം, ആ സന്തോഷമുണ്ട്. അത് എനിക്ക് സന്തോഷകരം തന്നെയാണ്. കലാച്ചിയിലേക്ക് പോകുന്നവർ സൂക്ഷിക്കുക.
നേരത്തെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ കഥയിലെ ഒരു പ്രശ്നമുണ്ട്. അത് സ്ലീപ്പ് ഹോളോ എന്ന അസുഖമാണ്. യുറേനിയം മൈനുകൾ അടച്ചിട്ടപ്പോൾ അവിടെ നിന്ന് ഉയർന്ന കാർബൺ മോണോക്സൈഡ് ഗൂഗിളിൽ നിങ്ങളോട് പറഞ്ഞു തരും, പെട്ടെന്ന് ആളുകളെ ഉറക്കാൻ തുടങ്ങി. ചിലപ്പോൾ ആളുകൾ നിന്ന നിൽപ്പിൽ വീണ് ഉറങ്ങാൻ തുടങ്ങി. ഉറങ്ങിയവർ എപ്പോൾ എഴുന്നേൽക്കുമെന്ന് ആർക്കും പിടിയില്ലാതായി. അതുകൊണ്ട് മീര പറയുന്നു, ഉറക്കത്തോടുള്ള ഭയമാണ് ഏറ്റവും വലിയ ഭയം. അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ്, ഒരു അസുഖത്തെക്കുറിച്ചുള്ള പ്രമേയം, ഒരു പ്രസ്താവനയല്ല എന്ന് ഞാൻ വായനക്കാരൻ എന്ന നിലയിൽ തിരിച്ചറിയുന്നു. അപ്പോൾ ഉറങ്ങാതിരിക്കാൻ, ഉണരാൻ കലാച്ചി നമ്മളെ കുറേ കൂടി പ്രേരിപ്പിക്കട്ടെ. നീതിബോധമുള്ള ഒരു ലോകത്തിലേക്ക് എത്തുന്നതിന് സഹായകരമാകട്ടെ. കുറേയേറെ കാര്യങ്ങളുണ്ട്. പൗരത്വ രേഖ, തിരിച്ചറിയൽ കാർഡ് എന്നുള്ളതാണ് പൗരത്വത്തിൻ്റെ ഒരു പ്രയോഗം. ഞാൻ ശ്രദ്ധിച്ചു, പൗരത്വം ശരിക്കും ഒരു പരിമിതിയാണ്. അത് നിങ്ങൾ ഒരു സർവൈലൻസിലേക്ക് പോകുന്നതായിരിക്കും ഉദ്ദേശിക്കുക. ബീഹാർ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും പ്രതിപാദിക്കുന്നൊരു ഭാഗം ഞാൻ കാണുകയുണ്ടായി. ഈ തെരഞ്ഞെടുപ്പല്ല, കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമാണ് ഫാസിസത്തിലേക്ക് എത്തിയില്ല എന്ന് ഒരു ചർച്ചയിലേക്ക് ഉയർന്നു വരുന്നത്. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇനിയും ചർച്ച ചെയ്യാനുണ്ട്. മറ്റൊരവസരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ വായനക്കാരായ ആളുകൾ ഇത് വായിച്ചിട്ടില്ലെങ്കിലും മീരയുടെ മറ്റ് കൃതികളിലെ രാഷ്ട്രീയത്തെ ഞങ്ങളൊന്ന് സ്പർശിച്ചു പോയിട്ടുണ്ട്. ഒന്നോ രണ്ടോ പേർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാമെന്നാണ് ഹോർത്തൂസ് സംഘാടകർ പറയുന്നത്. എഴുത്തുകാരൻ എഴുത്തുകാരി എന്നുള്ളൊരു വ്യത്യാസത്തെക്കുറിച്ചുകൂടി സൂചിപ്പിക്കേണ്ടായി. ഇപ്പോൾ ഇന്ത്യ ലോകകപ്പ് ക്രിക്കറ്റ് വനിതകൾ നേടുകയുണ്ടായി. അപ്പോൾ ക്രിക്കറ്റിൽ ബാറ്റ്സ്മാൻ എന്നുള്ളതിന് പകരം ബാറ്റർ എന്നാക്കി മാറ്റുകയുണ്ടായി. അപ്പോൾ എഴുത്തുകാരൻ എഴുത്തുകാരി എന്നുള്ള ചേരുതിരിവിന് വേറൊരു പേര് നാമകരണം ചെയ്യാൻ പറ്റുമോ? എഴുത്താൾ എന്നുപയോഗിക്കേണ്ടി വരും. അങ്ങനെ ഒരു പ്രയോഗം ഇപ്പോൾ ഒരു പ്രയോഗം വരുന്നുണ്ട്. നമ്മൾ ഈ തായ് മൊഴി തമിഴായതുകൊണ്ട് അങ്ങനെ വേണമെങ്കിലും എടുത്തിക്കേണ്ടി വരും. ഞാൻ എഴുത്തുകാരൻ എഴുത്തുകാരി എന്ന് ഉപയോഗിക്കുന്നതിനല്ല ഞാൻ പറഞ്ഞത്. ഒരു പൊതു റൈറ്റർ എന്നതിൻ്റെ പരിഭാഷയായി എഴുത്തുകാരൻ എന്നുപയോഗിക്കുമ്പോഴാണ് പ്രശ്നം. റീഡർ എന്നതിൻ്റെ പരിഭാഷയായി വായനക്കാരൻ എന്നുപയോഗിക്കുന്നതാണ് പ്രശ്നം. അതായത് സ്ത്രീകൾക്ക് അതിലൊരു തരത്തിലുള്ള പങ്കാളിത്തവും എഴുത്തിലും വായനയിലും ഇല്ല എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിലാണ് നമ്മൾ എഴുത്തുകാരൻ വായനക്കാരൻ എന്ന പദങ്ങൾ ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഏറ്റവും നന്നായി വായിക്കുന്നതും ഏറ്റവും സൂക്ഷ്മമായി വായിക്കുന്നതും എത്രയോ സ്ത്രീകൾ, എത്രയോ നന്നായി എഴുതുന്ന സ്ത്രീകൾ, നമ്മൾ ലോക ചരിത്രം എടുത്തു നോക്കിയാൽ, സാഹിത്യ കൃതികളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ പലരെയും തിരിച്ച് കണ്ടെത്തി നോക്കുമ്പോൾ എഴുത്തുകാരികൾ, ഉദാഹരണത്തിന് കമലാ സുരയ്യയുടെ കാലത്ത് എഴുതിയ ആണെഴുത്തുകാരന്മാരെക്കാൾ ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്നത് എണ്ണമെടുത്ത് നോക്കുമ്പോൾ അവരാണെന്ന് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഓരോ വാക്കുകളും ശരിക്കും വരുന്നത് അതാത് കാലത്ത് നിലനിൽക്കുന്ന ഒരു ആധിപത്യ സ്വഭാവത്തിലാണ്. വാക്കുകൾ, ഓരോ വാക്കിനും കൃത്യമായ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ഉള്ളടക്കമുണ്ട്. വാക്കുകൾ കേവല ആശയവിനിമയത്തിൻ്റെ ഒരു ഉപകരണങ്ങൾ മാത്രമല്ല. അതുകൊണ്ട് എഴുത്തുകാരൻ എന്നുള്ള റൈറ്ററിൻ്റെ മലയാള പരിഭാഷയായി വരുന്നത് ഒരു പുരുഷാധിപത്യ ഘടനയുടെ വാക്കിലേക്ക് ഉള്ളടക്കം ചെയ്യപ്പെടുന്നതാണ്. അതിനെ ഭേദിക്കലാണ് നമ്മളിപ്പോൾ കാലത്ത് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഹായ് മാം, എൻ്റെ പേര് അനഘ. എനിക്ക് ചോദിക്കാനുള്ളത്, രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ നിമിഷത്തിലും അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന എല്ലാ നിലപാടിലും ഉള്ളതാണ്. അപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ പെൺകുട്ടികളും ഇന്നത്തെ കാലത്ത് ഒരു പാർട്ട്ണറെ ചൂസ് ചെയ്യുന്നത് പല പല ക്രൈറ്റീരിയ വെച്ചിട്ടാണ്. ചിലപ്പോൾ ക്യാരക്ടർ എന്ന് നമ്മൾ പറയുന്നുണ്ട്, അവരുടേതായിട്ടുള്ള ലവ്, അഫെക്ഷൻ, അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എല്ലാം നോക്കുന്നുണ്ട്. പക്ഷേ ഇനിയുള്ളൊരു ജനറേഷനിൽ ഒരു പാർട്ട്ണറെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ ബേസിസിലും കൂടെ ആവണം എന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും. കാരണം പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയമല്ല, അത് ഒരു സെറ്റ് ഓഫ് വാല്യൂസാണ്. ഈ വാല്യൂ സിസ്റ്റമാണ് നമ്മളുടെ പൊളിറ്റിക്സിനെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഈ വാല്യൂ സിസ്റ്റത്തിൽ 6 or 7 വാല്യൂസ് ഒന്നായിട്ട് വരാത്തിടത്തോളം, നമ്മൾ പറയില്ലേ ജാതകത്തിൽ 10-8 പൊരുത്തം വേണമെന്നൊക്കെ പറയുന്നത് പോലെ, സത്യത്തിൽ ജാതകത്തിലല്ല, ഈ വാല്യൂസിൻ്റെ സിസ്റ്റത്തിലാണ് പൊരുത്തം വേണ്ടത്. ഒരേ വാല്യൂസ് പിന്തുടരാത്ത 2 വ്യക്തികൾ ഒന്നിച്ച് ജീവിക്കുന്നത് എപ്പോഴായാലും വലിയ സംഘർഷത്തിന് വഴിവെക്കും. അതുകൊണ്ട് തീർച്ചയായും പൊളിറ്റിക്കൽ ഐഡിയോളജിയും
സോഷ്യൽ അവെയർനെസ്സും സോഷ്യൽ കമ്മിറ്റ്മെൻറ്റുമൊക്കെ പ്രത്യേകിച്ചും ഇനി വരുന്ന തലമുറകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. കാരണം നിങ്ങളുൾപ്പെടെയുള്ള പെൺകുട്ടികൾ, അനഘ ഉൾപ്പെടെയുള്ള പെൺകുട്ടികൾ, നിങ്ങളെപ്പോലെ തന്നെ എംപവേർഡ് ആയിട്ടുള്ള ആൺകുട്ടികളെ കണ്ടെത്തിയില്ലെങ്കിൽ പിന്നെ എത്തിപ്പെടുന്ന ആൺകുട്ടികളുടെ നില കഷ്ടമാവും. അവർക്കൊരിക്കലും നിങ്ങളെ മനസ്സിലാവില്ല. നിങ്ങളോടൊപ്പം എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്ന് അവർക്കറിയില്ല. മീര, ദൈക്ഷണിക അടുപ്പത്തിൻ്റെ ഫോബിയ ഏതായിരുന്നു? ദൈക്ഷണികമായിട്ടുള്ള അടുപ്പത്തിൻ്റെ ഫോബിയ അല്ല, അത് ഫോബിയ അല്ല, സാപ്പിയോ സെക്ഷൽ. സെക്ഷൽ. അതായത് ഭൗതികമായ കാര്യങ്ങളിൽ ഉള്ള ബുദ്ധിയുടെ പേരിലുള്ള ലൈംഗിക ആകർഷണമുള്ള ആളുകളാണ് സാപ്പിയോ സെക്ഷൽ. ഇതിൽ കുറേ ഫോബിയ അവതരിപ്പിക്കുന്നുണ്ട് ശരിക്കും. കാരണം ഭയം തന്നെയാണല്ലോ ഇന്നത്തെ പ്രമേയം. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. കലയില്ലാതെ രാഷ്ട്രീയമില്ല. ഒരു ഫോബിയ അതിനകത്ത് എഴുതാതെ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ടെറാനോഫോബിയ എന്നുള്ള സംഗതിയാണ്. ടിറാനോഫോബിയ അത് ഏകാധിപതികളോടുള്ള, സ്വേച്ഛാധിപത്യത്തിനോടുള്ള ഫോബിയയാണ്. അത് എഴുതി വയ്ക്കാതെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ വളരെ പ്രകടമാണ് എന്നെല്ലാവർക്കും അറിയാം. അപ്പോൾ മീര ഈ കലാച്ചിയിൽ പറയുന്ന ഒരു 2 വാചകം കൂടി പറഞ്ഞ് ഞാൻ ഈ സംഭാഷണം അവസാനിപ്പിക്കാം. കലയില്ലാതെ രാഷ്ട്രീയമില്ല. പുതിയ ആശയങ്ങൾ എപ്പോഴും ജനങ്ങൾ സ്വീകരിക്കുന്നത് കലയിലൂടെയാണ്. അപ്പോൾ പുതിയ ആശയങ്ങൾ ഈ കലാച്ചി നമ്മളിലേക്കെല്ലാം പകർന്നു നൽകട്ടെ. മീരയ്ക്ക് പ്രത്യേകം നന്ദി. ഇത്ര സൂക്ഷ്മമായിട്ട് ഈ പുസ്തകം വായിച്ച ഒരു വായനക്കാരൻ്റെ കയ്യിൽ തന്നെ ഈ പുസ്തകം എത്തിയതിൽ ഞാൻ വളരെ സന്തോഷം. അത് ആദ്യ കോപ്പി വായിച്ച അതെനിക്ക് വളരെ സന്തോഷമായി. ഇതൊരു വലിയൊരു ധന്യ നിമിഷമാണ്. ഓർത്തോസിനും മനോരമയ്ക്ക് നന്ദി പറയുന്നു. രാജീവ് സാറിന് ഞാൻ നന്ദി പറയുന്നില്ല. അടുത്ത പുസ്തകങ്ങൾ ഇനിയും വരും. നന്ദി.